സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 3 ജില്ലകൾക്ക് റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, അപ്പോൾ ഈ മഴ ഉടനെയെങ്ങും അവസാനിക്കുന്ന ലക്ഷണമില്ല. വീണ്ടും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തെല്ലാമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ? നീലിമ, അതുതന്നെയാണ്. ദുരിതപ്പെയ്ത്ത് സംസ്ഥാനത്ത് പല ജില്ലകളിലും തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി നൽകിയിട്ടുള്ള ബുള്ളറ്റിനിൽ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്നിപ്പോൾ 3 ജില്ലകൾക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഈ മണിക്കൂറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മുന്നറിയിപ്പുകളുടെ ഭാഗമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ കാര്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടങ്ങളും നൽകി വരികയാണ്. കൂടാതെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് ഇതേ രീതിയിൽ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 8-ാം തീയതി വരെ ലക്ഷദ്വീപ്, കർണാടക, കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നും, ഒപ്പം തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില മണിക്കൂറുകളിൽ ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമായി പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. കടലിൽ മത്സ്യബന്ധനത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തിരികെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇവർ എത്താനുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് നൽകി വരികയാണ്. കൂടാതെ തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശത്തോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസം കൂടി തുടരുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. ആലപ്പാട് മുതൽ ഇടവ വരെ, തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, ഒപ്പം തന്നെ വിവിധ ജില്ലകളുടെ തീരദേശ മേഖലകളിലും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 6-ാം തീയതി, അതായത് ഇന്ന് മുതൽ വരുന്ന 8-ാം തീയതി വരെ 1.1 മുതൽ 1.4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പുലർത്തണം. മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ജില്ലകൾ, ഒപ്പം തന്നെ മിന്നൽ പ്രളയത്തിന് സാഹചര്യം ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പുള്ള ജില്ലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ ഈ ഘട്ടത്തിൽ പറയുന്നത്. നീലിമ. ഓക്കെ ശാലിനി, അങ്ങനെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഈ 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ മുൻകരുതൽ വേണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.